സിമോൻ വീട്ടിൽ നിന്ന് ചിക്കനും പൊട്ടറ്റോയും ഒക്കെ ബേക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. സ്പെഷ്യൽ സാധനമാണ്, സ്പെഷ്യൽ സാധനം. നമ്മൾ വന്നപ്പോൾ നമ്മളെ സ്വീകരിക്കാൻ ആളെത്തി. ചിക്കുറുപ്പട്ടി ഞങ്ങൾ അറിയാതെ വന്നാ, ക്ഷമിക്കണം. ഇങ്ങോട്ട് ഇറങ്ങി വരാം. അയ്യോ, രാത്രി 11 മണിയായപ്പോഴേ നമ്മൾ സ്പോട്ടിലെത്തി. ബോട്ട് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അക്കോമഡേഷൻ. ഇത് നേരെ കടലാണ്. ഇവിടെ നല്ല ശബ്ദം കേൾക്കാം. പകലായിട്ടേ കാണത്തുള്ളൂ, രാത്രി ആയിട്ട് ഇത്ര കാണത്തില്ലണ്ട്. നല്ല അടിപൊളി ആംബിയൻസ് കേട്ടോ, സൂപ്പർ. അപ്പോൾ നിങ്ങൾ തന്നെ പറയണം. വരിട്ടോ, ടിജോന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഞങ്ങളിതോട്ട് പോവാണ്. എന്താണെന്ന് സംഭവം സിമോന്റെ ജിമ്മോ കാണിച്ചേക്കാം. ജിമ്മി വയറ് മാത്രമേ ഉള്ളൂ. അതെന്തോ സാധനം ഉണ്ട്? ഇപ്പോഴേ ഇതൊക്കെ കിട്ടണോ? ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ കിട്ടിയാൽ പോലെ. അതുകൊണ്ടല്ല, അടിക്കാതിരിക്കാം. ഓക്കെ. ഇത് ഗോപ്രോ. അതെ വാട്ടർ പ്രൂഫ്. ഗോപ്രോ എല്ലാം വാട്ടർ പ്രൂഫ് ആടാ. നല്ല കാലാവസ്ഥയാണ്, ദൈവം അനുഗ്രഹിച്ച്. ഇന്നലെ മുഴുവൻ മഴയായിരുന്നു. കാറ്റും ഇന്നലത്തെ വെച്ച് നോക്കുമ്പോൾ വളരെ ഫാർ ബെറ്ററാണ്. നാളെ ഇതിലും നല്ല കാലാവസ്ഥയാണെന്ന് പറയുന്നത്. കാലാവസ്ഥ ബേസിൽ എല്ലാവരും, കൂട്ടുകാരനും ഞങ്ങളും എല്ലാവരും ഹാപ്പിയാണ്. ആരാണ് ഞങ്ങളുടെ കോ ഫിഷർമാൻസ് ഫെലോസ് ആരാണെന്ന് അറിയത്തില്ല. സസ്പെൻസ് ആണ്. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ പരിചയപ്പെടും. അതെ ഷെയർഡ് ആയതുകൊണ്ട് നമുക്ക് ഒരു പിടിയില്ല. പിന്നെ എൻ്റെ ആദ്യത്തെ ബ്ലൂഫിൻ, സിമോന്റെ മാത്രമല്ല എൻ്റെ, നമ്മൾ ആദ്യമായിട്ടാണ് ബ്ലൂഫിൻ ക്യാച്ചിന് പോകുന്നത്. അതെ ഇത്രയും ദൂരം. ഞങ്ങൾ മാർലിനും അതും ഇതൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പോകുന്നത് ഫക്കത്താനെ കഴിഞ്ഞിട്ട് വേറെ സ്ഥലത്താണ്. നമ്മുടെ വൈറ്റ് ഐലൻഡിന്റെ സൈഡിലായിട്ടാണ്. പണ്ട് ന്യൂസിലൻഡിൽ വോൾക്കാനിക് എറപ്ഷൻ ഉണ്ടായ കുറേ വിദേശികളൊക്കെ മരിച്ച് ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിന്റെ ഏകദേശം അടുത്തുള്ള ഒരു സ്ഥലം, എക്സ്പെർട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ അടുത്താണ് ഇപ്പം നമ്മൾ പോകുന്നത്. അവിടെയാണ് നമ്മുടെ ബോട്ട് മുതലാളിയുടെ വീട്. ഇന്ന് ഞങ്ങൾ അവിടെ പോയി കിടന്നിട്ട് നാളെ രാവിലെ ഞങ്ങൾ ഇവിടുന്ന് ഏർലി മോർണിംഗ് തിരിക്കും. ബാക്കിയെല്ലാം പിന്നാലെ പാക്കാം. ഓക്കെ. ഇന്നത്തെ ദിവസം 20-ാം തീയതി, 20 ഓഗസ്റ്റ്. ഞങ്ങൾ വൈകുന്നേരം 5:30-6 മണിയാകാൻ പോകുന്നു. ഞങ്ങളിങ്ങനെ മോട്ടോറൊക്കെ വെച്ചടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. ഇപ്പം നമ്മൾ താമസിക്കുന്ന പറഞ്ഞാൽ അത് പുള്ളിയുടെ വീടോട് ചേർന്ന ഒരു അക്കോമഡേഷൻ ആണ് തോന്നുന്നത്. പുള്ളി അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അവിടെയാണ് നമ്മൾ താമസിക്കുന്നത്. കാരണം ഒരുപാട് കൂട്ടുകാരൊന്നും അങ്ങനെ ചെയ്തിരുന്നില്ല. കാരണം നമ്മൾ ഇത്ര ദൂരം ഒരു 6.5-7 മണിക്കൂർ യാത്ര ചെയ്തിട്ട് പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തണുപ്പുള്ള ഒരു ദിവസമാണ്. അതെ നല്ല ആ ഏരിയ ഇച്ചിരി തണുപ്പുള്ള. ഇവിടുന്ന് നമ്മൾ ഇപ്പം തന്നെ ഇവിടെ ഔട്ട്സൈഡിൽ 10 ഡിഗ്രി ടെമ്പറേച്ചർ, ഒരു 3 ഡിഗ്രി ആകുന്നതാണ് പ്രഡിക്ഷൻ. 4:45 കഴിഞ്ഞപ്പോൾ നമ്മൾ ഓക്ലാൻഡിൽ നിന്ന് വിട്ടതാണ്. ഇപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതേതാ സ്ഥലം? ഏതാ? ഫക്കത്താനെ എത്തിയിട്ടില്ല ഇതുവരെ. അപ്പോൾ നമ്മൾക്ക് കാപ്പിയൊക്കെ സിമോനാണെങ്കിൽ അടിപൊളിയായിട്ട് ഇട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം കാപ്പിയും കുടിച്ച് ഫുഡ് ഇവിടുന്ന് അടിക്കുവാണ്. സിമോൻ വീട്ടിൽ നിന്ന് ചിക്കനും പൊട്ടറ്റോയും ഒക്കെ ബേക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ബാക്കിയുള്ള നമ്മളെടുത്ത് വണ്ടിക്കകത്ത് വെച്ച്. ഭയങ്കര തണുപ്പാണ്. ഇപ്പം തന്നെ കാപ്പിയൊക്കെ തണുത്ത് പോയി. സിമോൻ വന്നിട്ടുണ്ട്, അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. സ്പെഷ്യൽ സാധനം. അങ്ങനെ നമ്മൾ രാവിലെ 5 മണിയായപ്പോൾ തന്നെ എണീച്ചിട്ടുണ്ട്. ഇവൻ വണ്ടിക്കകത്തുനിന്ന് സാധനമൊക്കെ എടുത്ത് ഗംബൂട്ടൊക്കെ ആയിട്ട് ആടി വരുന്നേ ഉള്ളൂ. തലേ ദിവസം അടിച്ചതിൻ്റെ ആട്ടം ഇതുവരെ മാറിയിട്ടില്ല. അടിച്ചിട്ടില്ല, സത്യമായിട്ട് അടിച്ചിട്ടില്ല. നല്ല സെറ്റപ്പാണ്. മേളിൽ എൻ്റെ അക്കോമഡേഷൻ ഉണ്ട്, ഞാൻ താമസിക്കുന്നുണ്ട് മേളിൽ. പിന്നെ ഇതിൻ്റെ താഴെ ഉണ്ടല്ലോ 2 റൂമുണ്ട്. പകൽ വരുമ്പോൾ കറക്റ്റായിട്ട് കാണാൻ പറ്റത്തുള്ളൂ. ഇവിടെ 2 റൂം, പിന്നെ മുകളിലോട്ട് സ്റ്റെയറുണ്ട്.
എല്ലാവരും രാവിലെ റെഡി ആയിക്കൊണ്ടിരിക്കും. നമ്മൾ വണ്ടിയൊക്കെ ഇവിടെ സൈഡിലാണ് പാർക്ക് ചെയ്തേക്കുന്നത്. പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. വണ്ടികളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യുകയാണ്. വീണ്ടും ആരൊക്കെയോ വരുന്നുണ്ട്. ആ കിടക്കുന്നതാണ് നമ്മുടെ ബോട്ട്. നല്ല അടിപൊളി ഡബിൾ എഞ്ചിനാണ് സാധനം. ബോട്ടിൻ്റെ കാര്യങ്ങളൊക്കെ സൂക്ഷ്മമായി സീമോ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന്. നമ്മളിപ്പം ബോട്ട് ഫിഷിങ്ങിന് പോയാലും നമ്മൾ സേഫ്റ്റിയാണ് ഫസ്റ്റ്. നമ്മളെല്ലാവരും ലൈഫ് ജാക്കറ്റ് ഇടുകയാണ് ഇപ്പം. കാരണം ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഭയങ്കര റഫാണ് വെള്ളം. അതുപോലെ ബോട്ട് നല്ല സ്പീഡിലാണ് പോകുന്നത്. അങ്ങനെ നമ്മുടെ ബോട്ട് പതുക്കെ വെള്ളത്തിലോട്ട് ഇറക്കി. ഇനിയിപ്പോൾ രണ്ടാമത്തെ സ്കിപ്പറിനെ കയറ്റാൻ നമ്മൾ നിൽക്കുകയാണ്. പുള്ളിക്കാരനാണ് ഫ്രണ്ടിൽ നിന്ന് കയറി വരുന്നത്. നമ്മൾ പതുക്കെ ഇവിടുന്ന് മൂവ് ചെയ്ത് തുടങ്ങി. നമ്മുടെ റോഡുകളെല്ലാം ഓരോന്നോരോന്നായിട്ട് എടുത്തുകൊണ്ട് വന്ന് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മലയുടെ അങ്ങേ സൈഡിൽ നിന്ന് സൂര്യൻ പതുക്കെ ഉദിച്ച് വരുന്നുണ്ട്, നമുക്ക് ഇവിടുന്ന് കാണാതെ. അപ്പോൾ നമ്മൾ പതുക്കെ ഇവിടുന്ന് മൂവ് ചെയ്തു. ആദ്യമായിട്ടാണ് ഞങ്ങളൊരു ബ്ലൂ ഫിൻ ട്യൂണയ്ക്ക് വേണ്ടി ഇറങ്ങുന്നത്. ഇന്ന് നമ്മൾ വൻ പ്രതീക്ഷയോടെയാണ് പോകുന്നത്. നമ്മളിവിടെ നേരെ സ്പോട്ടിലെത്തുമ്പോഴേക്കും നേരെ നല്ലപോലെ ഇവിടെ എത്തിയിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ നല്ല മനസ്സിലാവും. ഇന്നീ ബോട്ടെ നമ്മളെ കൂടാതെ വേറെ 4 പേരാണുള്ളത്. 2 പേര് ന്യൂ പ്ലൈമൗത്തിൽ നിന്നാണ് വന്നേക്കുന്നത്. ബാക്കി നമ്മളുൾപ്പെടെ എല്ലാവരും ഓക്ലാൻഡിൽ നിന്ന് തന്നെയാണ്. ഏതായാലും ഫിഷിംഗ് ട്രിപ്പിന് പോകുന്നതോടെ നമുക്ക് സൺറൈസൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് കാണാൻ പറ്റും. അങ്ങ് ദൂരെ ഒരു കപ്പിൽ നങ്കൂരൊക്കെ ഇട്ട് കിടപ്പുണ്ട്. നമ്മൾ ഏകദേശം സ്പോട്ടിലെത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ലൂറുകൾ ഓരോന്നായി നമ്മൾ ട്രോൾ ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ വൈഡായിട്ട് തന്നെയാണ് ഈ വട്ടവും ട്രോൾ ചെയ്യുന്നത്. ഈ ടൈപ്പിലുള്ള സെയിം ലൂറുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് തന്നെയാണ് നമ്മൾ മാളിന് പോയപ്പോഴും ഒക്കെ നമ്മൾ ഉപയോഗിച്ചത്. ഈ തവണ നമ്മൾ പല നിറത്തിലുള്ള ലൂറുകളാണ് ട്രോൾ ചെയ്യുന്നത്. ഇതൊരു ഗ്രീനും യെല്ലോ ഷെയ്ഡാണ്. ഇതുപോലെ ഈ 2 റോഡ് നമ്മൾ ബോട്ടിൻ്റെ 2 സൈഡിലുണ്ട്. അതുപോലെ നടുക്ക് ഒരു റോഡ്. നടുക്കത്തെ റോഡിൻ്റെ ലൈൻ നമ്മൾ നേരെ മേളിലുള്ള പോളുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഇതൊക്കെ കുരുങ്ങായിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. പ്രധാനപ്പെട്ട ഗെയിം ഫിഷിങ്ങിന് പോകുന്ന എല്ലാ ബോട്ടുകളിലും ഇതുപോലത്തെ പോളുകളാണ്. അത് നമുക്ക് ഇതുപോലെ വൈഡായിട്ട് ട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് ഇതൊക്കെ ഉള്ളത്. നമ്മുടെ എല്ലാ റോഡുകളും വൈഡായിട്ടാണ് ഇപ്പം ട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മീൻ അടിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും. അതായത് നമുക്ക് നോക്കാം. നമ്മൾ ആ കാണുന്ന രീതിയിലാണ് ലൂറുകൾ ട്രോൾ ചെയ്യുന്നത്. അതായത് ഇത് വെള്ളത്തിൻ്റെ മേളിൽ തന്നെ കിടക്കും, താഴോട്ട് പോകത്തില്ല. ഇതിങ്ങനെ വെള്ളത്തിൻ്റെ മുകളിൽ കിടന്ന് ഇങ്ങനെ ചാടുന്ന സമയത്ത് ചൂണ അതിനെ സ്ട്രൈക്ക് ചെയ്യും. അതാണ് അതിൻ്റെ ഒരു തിയറി. ഇന്ന് നമ്മളെ കൂടാതെ വേറെ 1-2 ബോട്ടുകളുണ്ട്. അവരിതുപോലെ സെയിം ട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളത് രാവിലെ തൊട്ട് ട്രോൾ ചെയ്തിട്ട് ഇതുവരെ ഒരു സ്ട്രൈക്ക് പോലും കിട്ടിയിട്ടില്ല. അങ്ങനെ നമ്മൾ തിരിച്ചു പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണിപ്പം. എല്ലാവരും വളരെ നിരാശയിലാണ്. ഇന്നത്തെ നമുക്ക് ലക്കില്ലെന്ന് കരുതിയാൽ മതി. മീൻ പിടിക്കാൻ പോകുമ്പോൾ ഇങ്ങനെയാണ്. എല്ലാ സമയത്തും നമുക്കിങ്ങനെ നല്ല മീൻ കിട്ടണമെന്നില്ല. ചില സമയത്തൊക്കെ നല്ലപോലെ അടിക്കും. ഇതെല്ലാം ലക്കിൻ്റെ ബേസാണ്. അതുകൊണ്ട് നമ്മൾ ഉൾക്കടലിൽ നിന്ന് പുറത്തോട്ടിറങ്ങിയപ്പോൾ തന്നെ കടലിൻ്റെ രൂപം തന്നെ മാറി. ഇപ്പോൾ നല്ല ശാന്തമാണ്. കടലിലെ വെള്ളം തന്നെ നല്ല ശാന്തമായിട്ട് കിടക്കുന്നത്. ഇനി നമ്മൾ നേരെ ഒരു അടുത്ത ഹണ്ടിങ്ങിനായിട്ട് പോവുകയാണ്. അടുത്ത ലോബ്സ്റ്ററാണ്. ഇവിടെ കുറേ കേജസ് ഇവർ നേരത്തെ ഇട്ടിട്ടുണ്ട്. അത് നമ്മൾ തിരിച്ചു പോകുന്ന സമയത്ത് അതെടുത്ത് നോക്കാൻ വേണ്ടി പോവുകയാണ്. ഓരോ കേജസ് ഇതുപോലെ കയറ് കെട്ടിയിട്ട് കയറിൻ്റെ അറ്റത്ത് ഇതുപോലെ ചെറിയ ഫ്ലോട്ട് കാണും. അത് വെള്ളത്തിന് മടക്കി ഇങ്ങനെ പൊങ്ങിക്കിടക്കും. ഇവർ ചെന്നിട്ട് അത് ഹുക്ക് ചെയ്ത് മേളിലോട്ട് ഇങ്ങെടുത്തിട്ട് ഇതെല്ലാം മെഷീനെ കണക്ട് ചെയ്തിട്ട് പിന്നെ വൈൻഡ് ചെയ്ത് ഇങ്ങെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നമ്മൾ വൈൻഡ് ചെയ്ത് മേളിൽ കയറ്റും. കേജ് മേളിൽ വരുമ്പോൾ കാണാൻ ഇഷ്ടംപോലെ ലോബ്സ്റ്ററാണ്. ആദ്യത്തെ 3-4 എണ്ണത്തിനകത്ത് ഇഷ്ടം പോലെ കിട്ടി. ബാക്കി 1-2 എണ്ണത്തിനകത്ത് വളരെ വിരളമായിരുന്നു. നമുക്കങ്ങനെ ഇതിനെ കിട്ടുന്നതിനെ മുഴുവൻ ഇങ്ങനെ എടുക്കാനൊന്നും പറ്റത്തില്ല. ഇതിന് ഒരു ലീഗൽ സൈസും ലിമിറ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളതിന് അളന്ന് നോക്കിയതിന് ശേഷമാണ് എടുക്കുന്നത്. കൂടുതൽ ഇവർ ഫീമെയിലായിട്ട് വരുന്നതിനെല്ലാം തിരിച്ചു തന്നെ ഇടും. അതിന് മുട്ടയും കാണും. പിന്നെ ലീഗൽ സൈസായിട്ടുള്ള മെയിലിനെയാണ് ഇവർ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. Lone male, and he's legal. So another little male. He's just legal. Male, he's legal. This one is just under. It's a female. She's got these little extra legs to hold her eggs, and she is under. She's too small.
depth is limit different? Yeah, yeah. You got to measure the tail length. I'm changing who I am. I'm making a new plan, rearranging my life, and I won't look back ever again. You can't stop what's moving. You can't stop what's moving. I'm changing my life, and I won't look. ഇങ്ങനെ നമ്മൾ എടുത്തതിന് ശേഷം പിന്നെയും കേജ് തിരിച്ച് അടുത്ത സ്പോട്ടിലോട്ട് കൊണ്ടുവിടും. നമ്മളിത് കേജ് ഓൾറെഡി ത്രോ ചെയ്ത് പിന്നെ കയർ ഇതുപോലെ കെട്ടിയിട്ട് ഫ്ലോട്ടും ഇട്ടിട്ട് വെള്ളത്തിലിടും. അപ്പോൾ തിരിച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഫ്ലോട്ട് കാണും. ഇതിൻ്റെ അർത്ഥം ഇതുപോലെ വെള്ളത്തിൽ കാണുവാണെങ്കിൽ ഇവിടെ നമ്മൾ കേജസ് ഇട്ടെന്നാണ് അർത്ഥം. അങ്ങനെ നമ്മുടെ അവസാനത്തെ കേജ് നമ്മൾ വെള്ളത്തിലിട്ടു. ബാക്കിയുള്ള കയറും ആ ഫ്ലോട്ടും അതുപോലെ തന്നെ നമ്മൾ വെള്ളത്തിൽ ഇട്ടതിന് ശേഷം നമ്മൾ നേരെ ഇനിയും തിരിച്ചു പോവുകയാണ്. ഇത് നമുക്ക് ആവശ്യത്തിന് ലോബ്സ്റ്ററിനെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ ഫിഷിംഗ് ട്രിപ്പിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ ലോബ്സ്റ്ററിനെ ഇങ്ങനെ പിടിക്കുന്നത്. ഇതിന് മുമ്പ് ഒരു വട്ടം പോയപ്പം കിട്ടിയാണ്, പക്ഷേ ഇത്രയും അധികം കിട്ടിയിട്ടില്ല. ഇപ്പോൾ നമ്മൾ നേരെ തിരിച്ചു പോവുകയാണ്. ഇന്ന് വെളുപ്പിനെ ആയതുകൊണ്ട് നമ്മൾ ഇരുട്ടത്ത് അത്രയും വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ലായിരുന്നു സ്ഥലം. അപ്പോൾ നല്ലപോലെ കാണാം. നമ്മുടെ ട്രെയിലറും കൊണ്ട് അവിടെ വന്ന് കിടപ്പുണ്ട്. ബോട്ട് നേരെ അതേ കണക്ട് ചെയ്ത് വലിച്ചുകൊണ്ട് കരയിൽ കയറ്റുകയാണ് ചെയ്യുന്നത്. നമ്മളിനിയും കരയിലെത്തിയതിന് ശേഷം മാത്രമേ ബോട്ടിൽ നിന്ന് ഇറങ്ങത്തുള്ളൂ. അല്ലെങ്കിൽ പട്ടിനകത്ത് കയറിയിരിക്കും. അതുകൊണ്ടാണ് അത് നമ്മുടെ ചിക്കൻ എടുക്കും. മലയാളം പട്ടിക്കൊന്നും അറിയത്തില്ല. ഇപ്പോൾ ലോ ടൈഡായിട്ടാണ് വെള്ളം ഇറങ്ങി കിടക്കുന്നത്. നമ്മളിന്ന് രാത്രി വന്ന സമയത്ത് ഹൈ ടൈഡായിരുന്നു. ഈ കാണുന്നതാണ് പുള്ളിയുടെ സാമ്രാജ്യം. പുള്ളിയുടെ ഓഫീസും വീടും എല്ലാം ഇതാണെന്നാണ് തോന്നുന്നത്. ആർച്ചിലൂടെയുള്ള നമ്മുടെ ആദ്യത്തെ ഫിഷിംഗ് ട്രിപ്പായിരുന്നു ഇത്. പുള്ളിക്കാരൻ കൂടുതലായിട്ടും ബ്ലൂഫിൻ ടൂണ, മാർലിൻ അങ്ങനെ വലിയ ഒരു ഗെയിം ഫിഷിംഗ് ടൈപ്പുള്ള ഇപ്പോഴാണ് നടത്തുന്നത്. നമുക്ക് ഈ പാറയുടെ വിടവിൻ്റെ ഇടയ്ക്കൂടെ കയറി അപ്പർ സൈഡിൽ ചെല്ലാം. ഇവിടെ മുഴുവൻ പാറകളാണ്. ഇവിടെ എല്ലാം ഹൈറ്റൈഡ് ആകുമ്പോൾ വെള്ളം കയറി കിടക്കും. ഇവിടെ മീനൊക്കെ പിടിക്കാൻ പറ്റിയ സ്ഥലമാണ്. പുള്ളിക്കാരൻ ഈ ബിൽഡിങ് എയർബിഎൻബി കൊടുക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ വേണമെങ്കിൽ ബുക്ക് ചെയ്താൽ നമുക്ക് ഒരു ദിവസമൊക്കെ ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാം. എന്നിട്ട് എവിടെയും കറങ്ങാൻ പോകണമെന്നുണ്ടെങ്കിൽ പോവുകയും ചെയ്യാം. ഹൈറ്റൈഡ് ആകുന്ന സമയത്ത് ഇവിടെ എല്ലാം വെള്ളം കയറും. എന്തായാലും ഫിഷിങ്ങിൽ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്ഥലത്തോട്ട് പോകുന്നത്. നല്ല സ്ഥലമാണ്. അപ്പോൾ എല്ലാവരും പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഇന്ന് മീനെയൊന്നും കിട്ടാഞ്ഞാൽ പുള്ളിക്കാരന് വിഷമമുണ്ട്. കാരണം ഇന്നലെ എല്ലാം മീൻ അടിച്ചെന്നാണ് പറഞ്ഞത്. ഏതായാലും അടുത്ത വട്ടം നമുക്ക് വന്ന് ഇവിടുന്ന് തന്നെ ഒരു ബ്ലൂഫിനെ പിടിക്കാമെന്നുള്ള പ്രതീക്ഷ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഫക്കത്താന ഈ ഏരിയയുടെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സൂപ്പർ സീനിക് വ്യൂകളാണ്. ഇവിടുത്തെ റോഡിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ തന്നെ നല്ല അടിപൊളി വ്യൂ ആണ്. സന്ധ്യ ആകുമ്പോഴത്തേക്ക് തന്നെ ഈ ഒരു സീനെ അങ്ങ് മാറും. നിങ്ങൾ കണ്ടോ, സന്ധ്യ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ യാത്രയിൽ നമുക്കിങ്ങനെ കാണാം ചെറിയ തോതിൽ ഇരുട്ടായി വെളിച്ചം മാറി ഇരുട്ടായി വരുന്നത്. ആ സമയത്തെ ആ ഒരു വ്യൂ അത് സൂപ്പറാണ്. ഇവിടെ ഈ ഭാഗത്തോട്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് മീനെ പിടിക്കാൻ വരുന്നത്. ഇനി ഏതായാലും ഈ ഭാഗത്തോട്ട് കുറേ മീൻ പിടിക്കേണ്ടി തന്നെ വരും. അത് രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ നേരെ തിരിച്ചു പോവാണ്. ഇനി ഞങ്ങൾ അടുത്ത വരവ് ഞങ്ങളുടെ ടീം ഫുൾ സെറ്റായിട്ടുള്ള വരവുള്ളൂ. ഇവിടുന്ന് ഞങ്ങൾ പതുക്കെ വൈകിട്ടത്തെ ഡിന്നറും അടിച്ചിട്ട് ഞങ്ങൾ പതുക്കെ പോവുകയാണ് ഇവിടുന്ന് തിരിച്ച്. ഏകദേശം രാത്രി ഒരു 12 മണി എത്തും വീട്ടിലെത്തുമ്പോഴത്തേക്കിന്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും സന്ധിക്കുന്നതിന് വരെ വണക്കം.